നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയുടെ സമഗ്ര വികസനത്തിന് പിൻബലമേകാൻ ഫിലിം സിറ്റി, സ്റ്റേഡിയം കം സ്പോർട്സ് കോംപ്ലക്സ് എന്നിവ യാഥാർത്ഥ്യമാക്കാൻ സിയാൽ മോഡൽ കമ്പനി രൂപീകരിക്കാൻ ആലോചന നടത്തുന്നതായി തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് അറിയിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണയുടെ ഉദ്ഘാടനം കേരള സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് TK അഭിലാഷ് നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ NGO അസോസിയേഷൻ തൊടുപുഴ ഈസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സദസ്സ് നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന BRCയിൽ 32 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയ താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടി. കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉന്തും തള്ളും. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. തൊടുപുഴയുടെ സമഗ്ര വികസനത്തിന് പിൻബലമേകാൻ ഫിലിം സിറ്റി, സ്റ്റേഡിയം കം സ്പോർട്സ് കോംപ്ലക്സ് എന്നിവ യാഥാർത്ഥ്യമാക്കാൻ സിയാൽ മോഡൽ കമ്പനി രൂപീകരിക്കാൻ ആലോചന നടത്തുന്നതായി തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് അറിയിച്ചു. കേരള കോൺഗ്രസ് ആലക്കോട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയുടെ സമഗ്ര വികസനത്തിന് പിൻബലമേകാൻ ഫിലിം സിറ്റി, സ്റ്റേഡിയം കം സ്പോർട്സ് കോംപ്ലക്സ് എന്നിവ യാഥാർത്ഥ്യമാക്കാൻ സിയാൽ മോഡൽ കമ്പനി രൂപീകരിക്കാൻ ആലോചന നടത്തുന്നതായി തൊടുപുഴ MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് അറിയിച്ചു. സ്ഥല ലഭ്യതയും ജലലഭ്യതയും ആവശ്യത്തിനുള്ള തൊടുപുഴയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ ധാരാളം യുവജനങ്ങൾക്ക് ഈ മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ചീഫ് വിപ്പ് പറഞ്ഞു. കേരള കോൺഗ്രസ് ആലക്കോട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ മറുപടി പ്രസംഗ മധ്യേയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചത്. തൊടുപുഴയെ നമുക്കൊരു മറ്റൊരു ഹോളിവുഡ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ മറ്റൊരു കോടമൊക്കെ ആക്കി തൊടുപുഴയെ നമുക്ക് മാറ്റാം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സമസ്ത മേഖലകളിലുള്ള ഒരു സമഗ്ര വികസനത്തിലേക്കായി കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമില്ല. ഈ ഇലക്ഷന്റെ പോളിംഗ് കഴിഞ്ഞ 5 മണി കഴിഞ്ഞാൽ പിന്നെ UDF-ഉം LDF ഒന്നുമില്ല, കേരള കോൺഗ്രസും ലീഗ് ഒന്നുമില്ല. ഞാൻ തൊടുപുഴയുടെ പ്രതിനിധിയാണ്. ഞാൻ ഇന്ന് തുറന്നു വീഴുന്ന, ഈ നിമിഷം തുറന്നു വീഴുന്ന ഓരോ കുട്ടിയുടെയും ഓരോ കുഞ്ഞിന്റെയും ജനപ്രതിനിധിയാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭാഷാ ഭേദങ്ങളില്ലാതെ നമുക്ക് തൊടുപുഴയെ ടീം തൊടുപുഴയായി ഒന്നിച്ച് ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർത്ത് ഇവിടെ നമ്മുടെ ഘടകകക്ഷികൾ കിടക്കുന്ന ഇവിടെ നമ്മുടെ ആവശ്യമാണ് തൊടുപുഴയെ ഒരു വികസിത പട്ടണമാക്കി മാറ്റുക, ഒരു വികസിത നിയോജകമണ്ഡലമാക്കി മാറ്റുക എന്നുള്ളത് ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ഏവർക്കും തോളോട് തോൾ ചേർന്ന് അണിനിരക്കാം. തൊടുപുഴയെ വികസനത്തിന് ഒരു പുതിയ തലങ്ങളിലേക്ക് നമുക്ക് കൊണ്ട് എത്തിക്കാമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങൾ എനിക്ക് നൽകിയ ഈ സ്നേഹോഷ്മമായ സ്വീകരണം ഇന്ന് പരാതികളുള്ള കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വീകരണ പരിപാടിയിൽ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CV ജോമോൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ജബ്ബാർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്ലേസ് G വാഴയിൽ, PG വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സജി P ജോസ്, ബ്ലോക്ക് മെമ്പർ ജാൻസി മാത്യു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനു എബി, പഞ്ചായത്ത് അംഗം രാജു സ്കറിയ, ബിനു ലോറൻസ്, മാത്യു ചെമ്പളങ്കൽ, അഗസ്റ്റിൻ കല്ലിടുക്കൽ, ജോസ് പാലാട്ട് എന്നിവർ പ്രസംഗിച്ചു. പുതുതായി പാർട്ടിയിൽ ചേർന്നവർക്ക് അബു ജോൺ ജോസഫ് MLA മെമ്പർഷിപ്പുകൾ വിതരണം ചെയ്തു. അടുത്തതായി സബിൻ ബാബു കൊന്നക്കാമലയിൽ, അടുത്തത് അഭിഷേക് C പാമ്പനാച്ചാൽ, ന്യൂസ് ബ്യൂറോ, ആലക്കോട്.
5 വർഷ തത്വം പാലിച്ച 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിൽ നേതൃത്വം നൽകുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് ശേഷം നടന്ന ധർണയുടെ ഉദ്ഘാടനം കേരള സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് ടി.കെ. അഭിലാഷ് നിർവഹിച്ചു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും 12ാം ശമ്പള പരിഷ്കരണം 5 വർഷ തത്വം പാലിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മാനദണ്ഡ വിരുദ്ധമായ സ്ഥലമാറ്റങ്ങൾ പിൻവലിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM-ശ്രീ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ ഓഫീസിന് മുന്നിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി.കെ. അഭിലാഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എക്കാലവും അട്ടിമറിക്കപ്പെട്ടത് UDF കാലഘട്ടത്തിലാണെന്നും ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഏറ്റവും ജാജുല്യമാനമായിട്ടുള്ള ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള നടപടി നടപ്പിലാക്കിയ സഖാവ് C.H. ഉദയന്റെ കാലം മുതൽ ഇങ്ങോട്ട് നടപ്പിലാക്കി വന്ന ഒന്നാണ് അയ്യഞ്ചാണ്ട് കാലത്ത് ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത്. സ്വാഭാവികമായി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ജീവനക്കാർ വിചാരിക്കും എല്ലാ 5 വർഷക്കാലവും കൃത്യമായി നമുക്കിത് കിട്ടിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, വളരെ ഖേദത്തോടു കൂടി പറയട്ടെ, എന്നൊക്കെ കാലഘട്ടത്തിൽ കേരളത്തിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ കാലഘട്ടങ്ങളിൽ അയ്യഞ്ചാണ്ട് പരിഷ്കരണം നടപ്പിലാക്കണമെങ്കിൽ സർക്കാർ ജീവനക്കാരൻ തെരുവിറങ്ങി വന്നിട്ടുണ്ട്, സർക്കാർ ജീവനക്കാരൻ കോടതിയിൽ കയറേണ്ടി വന്നിട്ടുണ്ട്, സർക്കാർ ജീവനക്കാരൻ പോലീസിന് ലാത്തിയടി ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെയും അവസ്ഥ വ്യത്യസ്തമല്ല എന്നാണ് തുടക്കം കാണപ്പെടുന്നത്. 1985 കാലത്തിൽ ശമ്പള പരിഷ്കരണത്തിലൂടെ കവർന്നെടുത്ത 21 മാസത്തെ ശമ്പളമാണ്. ഒട്ടും മോശമായിരുന്നില്ല. പിന്നീട് പേ ഈക്വലൈസേഷനിലൂടെ നമ്മുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കവർന്നെടുക്കപ്പെട്ടു. ഇത്തരത്തിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ സർക്കാർ ജീവനക്കാരന്റെ ആനുകൂല്യങ്ങൾ, അവന്റെ അവകാശങ്ങൾ കവർന്നെടുത്തിട്ട് എന്ന് വളരെ വ്യക്തമായ ഒന്നാണ്. സമരസമിതി നേതാവ് ആനന്ദ് വിഷ്ണു പ്രകാശ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CA അനീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SKM ബഷീർ, KV സാജൻ, KS രാകേഷ്, AKSTU നേതാവ് വിശ്വനാഥൻ, ഡോക്ടർ ജെയ്സൺ ജോർജ്, VK ജിൻസ് എന്നിവർ സംസാരിച്ചു. സമരസമിതി ജില്ലാ കൺവീനർ R ബിജുമോൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ലോമിമോൾ നന്ദിയും രേഖപ്പെടുത്തി. സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് AK സുഭാഷ്, PT ഉണ്ണി, രാജിമോൾ KR, അജീഷ CG, TH ഫൈസൽ, ഷൗക്കത്ത് അലി VM, ശ്രീകുമാർ MS, DK സജിമോൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും മറ്റ് MP-മാരെയും ആക്രമിച്ച കേന്ദ്ര സർക്കാർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ NGO അസോസിയേഷൻ തൊടുപുഴ ഈസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് വരീദ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടത്തുന്ന ഒരു പ്രതിഷേധ പരിപാടി, വിദ്യാർത്ഥികളെ അണിനിർത്തിക്കൊണ്ട് യുവാക്കളുടെ പിന്തുണയോടുകൂടി വളരെ ഗംഭീരമായി നടക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖമായി നിൽക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയും MP-മാരും അടക്കം ആ പ്രതിഷേധ സ്ഥലത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് അവരുടെ കേന്ദ്രസേനയെയും ഡൽഹി പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിടുകയും അങ്ങോട്ട് കടന്നു വന്ന് പ്രതിഷേധിക്കാൻ വന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാരെ കൈയേറ്റം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തു. നമ്മളെല്ലാം ദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടതാണ്. നമ്മുടെ പ്രിയങ്കരനായ MP-യെ കൈയേറ്റം ചെയ്യുന്നു, അദ്ദേഹം ചെറുത്തു നിൽക്കുന്നു, കേന്ദ്രത്തിലെ പോലീസ് അദ്ദേഹത്തിനെ കൈയേറ്റം ചെയ്യുന്നു. അപ്പോൾ പ്രതിഷേധത്തിനെതിരെ ഇടവരുത്തുന്ന രീതിയിൽ അവർ ചെയ്യുന്ന ഇത്തരം നിലപാടുകളെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ അക്രമത്തിലൂടെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിന്റെ ഈ തെറ്റായ നയങ്ങൾ അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് രാജ്യത്തെമ്പാടും രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രത്യേകിച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവരെ അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ടാണ് ഡൽഹി പോലീസിനൊപ്പം തന്നെ കേന്ദ്രസേനയും മുന്നോട്ട് പോയത്. അത്തരം കാര്യങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ 1990-കളിലേക്ക് നിങ്ങൾ പുറകോട്ട് ചിന്തിക്കണം. അക്കാലത്ത് രാജ്യം ഭരിക്കുന്ന VP സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വിഭാഗം ജനവിഭാഗങ്ങൾക്ക്
ജോലി സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേക മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ നോക്കിയപ്പോൾ അതിനെതിരെയും രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ സമരവുമായി മുന്നോട്ട് വരുന്നതിന് മുന്നേ തന്നെയാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം സമരവുമായി മുന്നോട്ട് വന്നത്. മൂലമറ്റം സെന്റ് ജോർജ് യു പി സ്കൂളിൽ പ്രതിഭകളെ ആദരിച്ചു. ഇടുക്കി MLA റോയ് കെ പോലീസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് ചൊളനാൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. മൂലമറ്റം സെന്റ് ജോർജ് UP സ്കൂളിലെ CM കിഡ്സ് സ്കോളർഷിപ്പ് ജേതാക്കൾ, SSLC ഫുൾ A+ റാങ്കുകളും നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ മൊമെന്റോകൾ സമ്മാനിച്ച് ആദരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി, ഇംഗ്ലീഷ് ട്രെയിനിംഗ് പ്രോഗ്രാം, വിവിധ ക്ലബ്ബുകൾ എന്നിവയ്ക്കും തുടക്കം കുറിച്ചു. റോയ് കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് ചൊളനാൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ആസ്കോ ബാങ്ക് ചെയർമാൻ ഇമ്മാനുവൽ ചെറുവള്ളാത്ത്, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ് SH, PTA പ്രസിഡന്റ് റോജി ഫ്രാൻസിസ്, SSG കൺവീനർ ഫ്രാൻസിസ് കരിമ്പാനി, കോർഡിനേറ്റർമാരായ റോയി ജെ കല്ലറങ്ങാട്ട്, റോയി വി ജോർജ്, മേഴ്സി ജോസ് തര്യൻ ഇലഞ്ഞിക്കൽ, സ്റ്റാഫ് സെക്രട്ടറി ജെയ്സൺ സെബാസ്റ്റ്യൻ, PTA സെക്രട്ടറി ഷിൻഡോ ജോസ്, ബിൻസി VM, ജിനു സെബാസ്റ്റ്യൻ, അനിത MU, സ്കൂൾ ലീഡർമാരായ ക്രിസ്റ്റി VR, ആൻഡ്രിസ ആൽമിൻ എന്നിവർ പ്രസംഗിച്ചു. ദേവമിന്ദ്രൻ KS, ഡിയോന M ബിജു, ധൻസിക ഗണേഷ്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. തൊടുപുഴ റിവർ വാലി ലയൺസ് ക്ലബിന്റെ 2026-2027 വർഷത്തെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴ റിവർ വാലി ലയൺസ് ക്ലബിന്റെ 2026-2027 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N. നമ്പൂതിരി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു. ക്ലബിന്റെ പ്രസിഡന്റായി സന്തോഷ് കമൽ, സെക്രട്ടറിയായി ഡിജോ ജോസഫ്, ട്രഷററായി അനിൽകുമാർ എന്നിവർ ഉൾപ്പെടുന്ന പുതിയ ഭരണസമിതി സ്ഥാനമേറ്റെടുത്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സർവീസ് മൈൻഡിന് കൂടുതൽ ആക്കം കൂട്ടി ക്ലബ്ബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ക്ലബിൻ്റെ തലത്തെ വർദ്ധിപ്പിക്കുന്നതിനും സാധ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതാണ് പ്രശംസനീയമായ കാര്യമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ദിശ ബോർഡുകൾ ഭൂരിഭാഗവും ലയൺസ് ക്ലബ്ബുകളുടേതായിരുന്നു. അതിലപ്പുറമായി വെയിറ്റിംഗ് ഷെഡുകളും ലയൺസ് ക്ലബ്ബായിരുന്നു നാട്ടിൽ സംഭാവന നൽകിയിരുന്നത്. അപ്പോൾ ദിശ ബോർഡുകൾ ഒരു പ്രദേശത്തേക്കുള്ള ചൂണ്ടുപലകയാണ്. അതിൻ്റെ അർത്ഥതലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സമൂഹത്തിന് ഒരു ചൂണ്ടുപലകയായി ലയൺസ് ക്ലബ്ബ് ആ കാലഘട്ടം മുതൽ ചിന്തിച്ചിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. റീജിയൻ ചെയർമാൻ അനിൽകുമാർ CC, സോൺ ചെയർമാൻ ഷിബു C. നായർ, വിവിധ ലയൺസ് ക്ലബ്ബുകളുടെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മുട്ടം വൈസ്മൻ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ തോമസ് റോണി, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, സിബി തിരുകാലി, വാഴക്കുളം ലയൺസ് ക്ലബ് പ്രസിഡന്റ് സനിൽ സെബാസ്റ്റ്യൻ, ഗോൾഡൻ ക്ലബ്ബ് പ്രസിഡന്റ് ആനന്ദ്, ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് റോബിൻ എന്നിവരും മറ്റ് പ്രമുഖ വ്യക്തികളും ലയൺസ് കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് മാത്രമാണ് ഞാൻ ആദ്യം ഊന്നൽ നൽകുന്നത്. നിങ്ങളുടെയും നമ്മളുടെയും കുടുംബം, നമ്മൾ മറ്റുള്ളവരുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനാണ് കൂടുതൽ മുൻകാലങ്ങളിലൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഈ വർഷം നമ്മളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്ലബിൽ തന്നെ നമ്മളൊരു സുംബ ക്ലാസ് അറേഞ്ച് ചെയ്യുകയാണ്. ഹരിപ്രിയ, അപ്പോൾ അത് ക്ലബ് അംഗങ്ങൾക്കും പുറത്തുനിന്ന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം 100 ദിവസത്തിനുള്ളിൽ നമ്മൾ നടപ്പിലാക്കി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ സ്വാശ്രയ വിഭാഗമായ ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ ഉദ്ഘാടനവും മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ദ കേക്ക് സ്മിത്ത് കേക്ക് ഷോപ്പിന്റെ സംരംഭകയുമായ ടീനു മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു.
കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു. ന്യൂമാൻ കോളേജിലെ സ്വാശ്രയ വിഭാഗമായ ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ദ കേക്ക് സ്മിത്ത് കേക്ക് ഷോപ്പിന്റെ സംരംഭകയുമായ ടീനു മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. 2019 ആ സമയത്താണ് നമ്മൾ കേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ വന്നു. എനിക്ക് പക്ഷേ ഫുള്ള് നൈറ്റൊക്കെ ഇരിക്കേണ്ടി വന്നു. ശരിക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എന്ന് തന്നെ പറയാം. ചില ദിവസങ്ങളിൽ 1-2 മണിക്കൂറായിരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ചില സമയത്ത് നമ്മൾ മടുക്കും, പോയി പണ്ടായിട്ട് നിർത്തിയാലോ എന്ന് വരെ ചിന്തിച്ച സമയങ്ങളുണ്ട്. പക്ഷേ ആ ഒരു പ്രൊഫഷനോടുള്ള ആ ഒരു ഇഷ്ടം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് പിറ്റേ ദിവസം നമ്മളന്ന് എത്ര മടുത്ത് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഫുൾ എനർജിയാണ്. അത് നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിനുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ പിന്നീട് എനിക്ക് എൻ്റെ കപ്പാസിറ്റി എനിക്കധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ പറ്റുന്നില്ല. നമുക്കൊരു പരിധി ഉണ്ടല്ലോ ഒരാളെ തന്നെ ചെയ്യുമ്പോൾ. കൂടുതൽ ഓർഡർ ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് വിടേണ്ടി വന്നു. പിന്നെ നൈറ്റ് ഫുള്ള് നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ വർക്ക് ആകുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്സാണ്. അങ്ങനെ പിന്നെ പയ്യെന്ന ഒരു ഷോപ്പ് ആക്കിയാലോ എന്നൊരു ചിന്ത വന്ന് പിന്നെ ഒന്നും ആലോചിച്ചില്ല, 2 കൽപ്പിച്ചങ്ങ് ഇറങ്ങി. ഒരു ദിവസം അങ്ങ് സ്കൂട്ടറായിട്ട് അങ്ങ് ഇറങ്ങി എന്തെങ്കിലും ഒരു റൂം കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെയാണ് കുറുപ്പന്തറയിൽ ഞങ്ങൾക്കൊരു റൂം കിട്ടിയത്. അങ്ങനെ അവിടെ നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പം 3 സ്റ്റാഫ് ഉണ്ട് എനിക്ക്. അതൊക്കെ ഒരു പ്രൗഡ് മൂമെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ശരിക്കും കേക്ക് സ്മിത്ത് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഈ കേക്ക് സ്മിത്ത് തന്നെ ഇവിടെ വരെ കൊണ്ടു നിർത്തുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ റാങ്ക് ജേതാക്കളായ നന്ദകിഷോർ ജെ, ആനന്ദ് സി ചുണ്ടാട്ടി എന്നിവരെയും മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. CMA ഹോൾഡറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ആഷ്ലി അജി വിദ്യാർത്ഥികളുമായി തന്റെ കോളേജ് ജീവിത അനുഭവങ്ങളും തൊഴിൽ രംഗത്തെ വിജയയാത്രയും പങ്കുവച്ചു. സെൽഫ് ഫിനാൻസിംഗ് അഡ്മിനിസ്ട്രേറ്റർ റവറന്റ് ഫാദർ അലൻ അലക്സ്, വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ബിജു പീറ്റർ, മേജർ പ്രജേഷ് സി മാത്യു, വകുപ്പ് മേധാവി ശോഭ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ദ കേക്ക് സ്മിത്ത് കേക്ക് ഷോപ്പും ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറവും സംയുക്തമായി സംഘടിപ്പിച്ച കേക്കുമേളയും കോളേജ് അങ്കണത്തിൽ നടന്നു. വൈവിധ്യമാർന്ന കേക്ക് വിഭവങ്ങൾ പ്രദർശിപ്പിച്ച മേള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മികച്ച പങ്കാളിത്തത്തോടെ വിജയകരമായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കട്ടപ്പന BRCയിൽ 32 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയ താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടി. തിരിമറി നടത്തിയ പണം താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തിരിച്ചടപ്പിച്ചു. ഇതോടൊപ്പം 2 പേരെയും സസ്പെൻഡും ചെയ്തു. കട്ടപ്പന BRCയിലാണ് 32 ലക്ഷം രൂപ താൽക്കാലിക ജീവനക്കാരായിരുന്ന അക്കൗണ്ടന്റും MIS കോർഡിനേറ്ററും ചേർന്ന് തിരിമറി നടത്തിയത്. BRCയിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായി എത്തിയ തുകയിൽ നിന്നുമാണ് ഇരുവരും ഈ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് കുറ്റകൃത്യം വ്യക്തമായത്. തുടർന്ന് മേലുദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ഓഡിറ്റ് നടത്തുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് നടത്തിയ ഓഡിറ്റിലാണ് ഇരുവരുടെയും അക്കൗണ്ടുകളിലേക്കായി 32 ലക്ഷം രൂപ മാറ്റിയതായി കണ്ടെത്തിയത്. തുടർന്ന് നടപടി സ്വീകരിക്കുകയായിരുന്നു. നഷ്ടമായ തുക ഇരുവരെയും കൊണ്ട് തിരിച്ചടപ്പിച്ചു. ഇതോടൊപ്പം ഇരുവരെയും സസ്പെൻഡും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉന്തും തള്ളും. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. LDF UDF അംഗങ്ങൾ തമ്മിലാണ് ഉന്തും തള്ളും ഉണ്ടായത്. 2ാം വാർഡിലെ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പരിക്കേറ്റവർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ LDF അംഗങ്ങൾ മർദ്ദിച്ചെന്ന് UDF പറയുന്നു. അതേസമയം UDF അംഗങ്ങൾ തന്നെയാണ് ചെയർമാനെ തള്ളിയിട്ടതെന്നാണ് LDFന്റെ ആരോപണം.
വണ്ണപ്പുറം ചേലച്ചൂട് റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ കള്ളിപ്പാറ കുത്തനെയുള്ള കയറ്റം കയറാൻ കഴിയാതെ യാത്രക്കാരെ വഴിയിലിറക്കി കയറ്റം കയറിയ ശേഷം സർവീസ് തുടരുന്നതായി പരാതി. കുത്തനെയുള്ള കയറ്റങ്ങളും വളവുകളും നിറഞ്ഞ ഈ റൂട്ടിൽ കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് സർവീസിന് വിന്യസിച്ചിരിക്കുന്നതെന്നാണ് യാത്രക്കാരുടെ ആക്ഷേപം. വണ്ണപ്പുറം ചേലച്ചൂട് റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ കള്ളിപ്പാറ കുത്തനെയുള്ള കയറ്റം കയറാൻ കഴിയാതെ യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കി സർവീസ് നടത്തുന്നതായി പരാതി. കഴിഞ്ഞ 2 ദിവസത്തിനിടെ NIRAK 986, RNE 332 എന്നീ ബസ്സുകളാണ് കമ്പകക്കാനം മുതൽ കള്ളിപ്പാറ വരെയുള്ള കയറ്റം കയറാനാകാതെ ഏകദേശം 46ഓളം യാത്രക്കാരിൽ പകുതി വരെ ഇറക്കിയ ശേഷം കയറ്റം കയറിയത്. കുത്തനെയുള്ള കയറ്റങ്ങളും വളവുകളും നിറഞ്ഞ ഈ റൂട്ടിൽ കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് സർവീസിന് വിന്യസിച്ചിരിക്കുന്നതെന്നാണ് യാത്രക്കാരുടെ ആക്ഷേപം. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതും എഞ്ചിന്റെ കാര്യക്ഷമതയെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാണിക്കുന്നു. പ്രിയദർശിനി സർവീസുകൾ ആരംഭിച്ചതോടെ ഈ റൂട്ടിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ നിലവിലെ ബസ്സുകൾ അപര്യാപ്തമാണെന്നും സുരക്ഷിതവും തടസ്സരഹിതവുമായി സർവീസ് ഉറപ്പാക്കാൻ പുതിയ ബസ്സുകൾ ഈ റൂട്ടിൽ അനുവദിക്കണമെന്നുമാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കേരളത്തിൽ ക്യാമ്പസ് റാഗിംഗ് തടയുന്നതിനായി വയനാട് മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ പേരിൽ റാഗിംഗ് നിയമം നിലവിൽ കൊണ്ടുവരുമെന്ന മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനൊപ്പം റാഗിംഗ് പരാതികൾ അറിയിക്കുവാനായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഓണക്കാലത്ത് സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളുമെല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെന്നും ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ കോളേജുകളിൽ, പ്രൊഫഷണൽ കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാനിഫെസ്റ്റോയിലും പിന്നീട് ബജറ്റിലും എല്ലാം വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിൻ്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്, നമുക്ക് ഓണക്കാലമാണ്. പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളുമെല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം ഓണക്കാലത്ത്. കയറിൻ്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിൻ്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഡൽഹിയിൽ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെയും AICCയുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ MP-യുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ കർണാടക മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, നമ്മുടെ മന്ത്രി ശ്രീ വിശ്വനാഥും നമ്മുടെ MP-മാരും ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കിയത്. ശക്തമായ ബലപ്രയോഗമാണ് അവർക്കെതിരെ നടത്തിയത്. അതിൻ്റെ തലേ ദിവസം ഈ നീറ്റ് വിഷയത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളോടും ക്രൂരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ആവർത്തനമാണ് ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. അതിലുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ സമരം മുന്നോട്ട് പോകും. കാരണം നിരവധി കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്, നിരവധി കുട്ടികൾ. എന്നിട്ടും ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായ കൃത്യമായ നടപടികൾ എടുക്കാതെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഒരു കാരണവശാലും വെച്ചു പൊറപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്. ഇന്നലെ ഡൽഹിയിൽ നടന്നത് ശരിക്കും നരനായാട്ട് പോലുള്ളൊരു കാര്യമാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്യത്തെമ്പാടും ഉയരുമ്പോൾ കേരളത്തിലും അതുണ്ടാകും. കേരളത്തിലെ നിയമസഭയും ഇത് സംബന്ധിച്ച ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് നീതിയുക്തമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവും, സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഫിഫ വേൾഡ് കപ്പ് ആവേശത്തിൽ കട്ടപ്പന സ്കാർഫേസ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച നറുക്കെടുപ്പിലെ വിജയിയെ തെരഞ്ഞെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി നറുക്കെടുപ്പ് നിർവഹിച്ചു.
വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏത് ടീം വിജയിക്കും, ഗോൾ നിലവാരം എന്നിവ കൃത്യമായി പ്രവചിക്കുന്ന വ്യക്തിക്ക് കാൽവരി മൗണ്ട് കല്ലറയ്ക്കൽ കാൽവരി അഡ്വഞ്ചർ പാർക്ക് നൽകുന്ന 5001 രൂപയാണ് സമ്മാനമായി നൽകുന്നത്. ഫുട്ബോൾ പ്രവചന മത്സരത്തിൽ 321 ഫുട്ബോൾ പ്രേമികൾ പങ്കെടുത്തു. ഇതിൽ 205 ആളുകൾ അർജന്റീന ജയിക്കുമെന്നും 116 ആളുകൾ സ്പെയിൻ ജയിക്കുമെന്നും പ്രവചനം നടത്തി. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ 1 ഗോളിന് വിജയിച്ചിരുന്നു. ഈ ഗോൾ നില കൃത്യമായി പ്രവചിച്ചത് 12 ഫുട്ബോൾ പ്രേമികളാണ്. നഗരസഭയിൽ നടന്ന നറുക്കെടുപ്പിൽ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി വിജയിയെ തെരഞ്ഞെടുത്തു. ഹലോ, സൂര്യ ജോസഫ് ആണോ? ഞാൻ കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയാണ്. ഞാൻ വിളിച്ചത് നമ്മുടെ ഈ സ്കാർഫേസ് സ്പോർട്സ് ക്ലബ്ബ് ഒരു പ്രവചന മത്സരം നടത്തിയിരുന്നു നമ്മുടെ ലോക ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഫൈനലിൽ. അപ്പം അതിൽ നിന്ന് കൃത്യമായി പ്രവചനം നടത്തുന്ന ആളിന് അവർ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 12 പേര് ഒരുപോലെ പ്രവചനം നടത്തി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരാളെ നറുക്കിട്ടെടുത്തു. ആ നറുക്കിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യ ജോസഫാണ് എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പാലാ സ്വദേശിയായ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സൂര്യ ജോസഫ് നറുക്കെടുപ്പിൽ വിജയിയായ സൂര്യ ജോസഫിന് കാൽവരി അഡ്വഞ്ചർ പാർക്ക് നൽകുന്ന 5001 രൂപയുടെ ക്യാഷ് അവാർഡും നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലോകകപ്പ് ഫുട്ബോൾ ആരവത്തിന് തിരശ്ശീല വീഴുമ്പോൾ 27 വർഷങ്ങൾക്ക് ശേഷമുള്ള ഫുട്ബോൾ ടീമിന്റെ ഒത്തുചേരൽ വ്യത്യസ്തമായി. 1999 കിരീടധാരികളായ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ HS ഫുട്ബോൾ ടീം അംഗങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം സംഗമിച്ചത്. 1997 ലോകകപ്പ് കിരീടമുയർത്തിയ ഫ്രാൻസിന്റെ ജേഴ്സി അണിഞ്ഞാണ് ടീമിലെ 14 പേരും സ്കൂളിലെത്തിയത്. ഇതോടൊപ്പം പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ആരവത്തിന് തിരശ്ശീല വീഴുമ്പോൾ വ്യത്യസ്തമായ ഒരു ഒത്തുചേരൽ. 1999 കിരീടധാരികളായ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ HS ഫുട്ബോൾ ടീമിന്റെ 27 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരലാണ് വ്യത്യസ്തമായത്. ഇതോടൊപ്പം പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ ഒരു ബാച്ച് മതി. ഒരു ബാച്ചിന്റെ ഇൻസ്പിറേഷനാണ്. ഒരു ബാച്ച് വ്യത്യസ്തമായി ഇന്നത്തെ സ്കൂളിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് നിങ്ങൾ മറ്റു സ്കൂളുകളോട്, മറ്റു സ്കൂളിലെ വിദ്യാർത്ഥികളോട് മത്സരിക്കാനും മത്സരിച്ച് ജയിക്കാനും തീരുമാനിച്ചാൽ അന്ന് തുടങ്ങും മോഡൽ സ്കൂളിന്റെ ജാതകം മാറ്റി എഴുതുന്ന പ്രക്രിയ. അതാണ് ഉണ്ടാകേണ്ടത്. ആ ലഹരിയാണ് നിങ്ങളെ പിടികൂടേണ്ടത്. നിങ്ങളുടെ ചുറ്റും ഒരുപാട് സ്കൂളുകൾ ഈ നഗരത്തിലുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുള്ള, ഒരുപാട് മറ്റു രീതിയിലെല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന സ്കൂളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഇന്ന് നമ്മൾ മറ്റ് പല ലഹരിക്ക് പിന്നാലെ പോയാൽ ആ ലഹരിയൊന്നും ജീവിതത്തിൽ ഒരു ലഹരിയായോ ജീവിതത്തിൽ ഒരു സന്തോഷമായോ നിലനിൽക്കത്തില്ല. പക്ഷെ ഞാൻ ഈ ഒരു പറഞ്ഞ ചലഞ്ച് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബാച്ച് ഏറ്റെടുത്താൽ, ഒരു ബാച്ച് മതി. ഒരു ബാച്ചിലെ കൂട്ടുകാർ കൂടി നമുക്ക് ഈ വരുന്ന ഇതില് അത് ഏതുമാവട്ടെ, അല്ലെങ്കിൽ കലാശാസ്ത്രമേളയായിരിക്കും, കായികമേളയായിരിക്കും, കലാമേളയായിരിക്കും, എന്ത് തന്നെ ആയിരുന്നാലും, അതല്ലെങ്കിൽ ഇനി അക്കാഡമിക്സ് ആയിരിക്കും, ഏത് തന്നെ ആയിരുന്നാലും നമുക്ക് മൂവാറ്റുപുഴയിൽ അല്ലെങ്കിൽ ഈ ഉപജില്ലയിൽ അല്ലെങ്കിൽ ജില്ലയിൽ ഈ സ്കൂളിന്റെ പേരൊന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് 4 കൂട്ടുകാരികൾ ഒന്നിച്ച് തീരുമാനിച്ചാൽ, ചുറ്റുമുള്ളവരെ ഇൻസ്പയർ ചെയ്താൽ, ആ ലഹരി നിങ്ങളുടെ സിരകളിൽ കയറിയാൽ നിങ്ങൾക്കും സ്കൂളിലും അധ്യാപകർക്കും അതൊരു വലിയ മാറ്റം ഈ സ്കൂളിന് സമ്മാനിക്കാൻ കഴിയും. മൂവാറ്റുപുഴ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. മുൻ കായിക അധ്യാപകൻ NK രാജൻ ബാബു സ്വാഗതം ആശംസിച്ചു. വാർഡ് കൗൺസിലർ ജിനു ആന്റണി അനുമോദന സന്ദേശം നൽകി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ മുഖ്യപ്രഭാഷണം നടത്തി. മൂവാറ്റുപുഴ സബ് ഇൻസ്പെക്ടർ CP ബഷീർ കുട്ടികൾക്കുള്ള ബോധവൽക്കരണ സെഷനും മൂവാറ്റുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ ലഹരി വിരുദ്ധ ക്ലാസും നയിച്ചു. തുടർന്ന് മുൻ കായിക അധ്യാപകൻ NK രാജൻ ബാബുവും GMHS മുൻ ഹെഡ്മാസ്റ്റർ CP സുകുമാരൻ നായരും അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLAയിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങി. മൂവാറ്റുപുഴ GMHS ഹെഡ്മിസ്ട്രസ് ഷെമീന ബീഗം ഫ്രാൻസ് ഫുട്ബോൾ ലോകകപ്പ് കിരീടമുയർത്തിയ 1998 അന്ന് ഫ്രാൻസിന്റെ ജേഴ്സി അണിഞ്ഞ് കാൽപന്തുമായി കളിക്കളം കീഴടക്കിയ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ 14 പേരുടെ ടീം വീണ്ടും അതേ ജേഴ്സി അണിഞ്ഞ് സ്കൂളിലെത്തിയത് കുട്ടികളിലും അധ്യാപകരിലും കൗതുകമുണർത്തി.
ഇക്കുറി ഫ്രാൻസ് നേരത്തെ മടങ്ങിയെങ്കിലും ഗൃഹാതുരതയുടെ നനവുള്ള ജേഴ്സിയും ഓർമ്മകളും ഇന്നും നെഞ്ചോട് ചേർന്ന് തന്നെ ഇരിക്കുകയാണ്. ഒത്തുചേരലിലൂടെ അധ്യാപകരും കുട്ടികളും യൗവനം വീണ്ടെടുത്തത് 27 വർഷങ്ങൾക്ക് ഇപ്പുറം. മൂവാറ്റുപുഴ GMHS ഹെഡ് മിസ്ട്രസ് ഷെമീന ബീഗം, GMHSS പ്രിൻസിപ്പൽ KV ഷാർമിള, VHSC പ്രിൻസിപ്പൽ C ജ്യോതി, GMHS മുൻ ഹെഡ് മാസ്റ്റർ CP സുകുമാരൻ നായർ, GMHSS PTA പ്രസിഡന്റ് മേരി സരിത, പുനഃസമാഗമ സെക്രട്ടറി PH അനീഷ് എന്നിവർ ആശംസകൾ നേർന്നു. പുനഃസമാഗമ കോർഡിനേറ്റർ KV ബൈജു നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് നടത്തിയ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം കുട്ടികളിൽ ആവേശം നിറച്ചു. വിജയികൾക്ക് സമ്മാനവും നൽകി. നിരവധി പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയുടെ സമഗ്ര വികസനത്തിന് പിൻബലമേകാൻ ഫിലിം സിറ്റി, സ്റ്റേഡിയം കം സ്പോർട്സ് കോംപ്ലക്സ് എന്നിവ യാഥാർത്ഥ്യമാക്കാൻ സിയാൽ മോഡൽ കമ്പനി രൂപീകരിക്കാൻ ആലോചന നടത്തുന്നതായി തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് അറിയിച്ചു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണയുടെ ഉദ്ഘാടനം കേരള സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് TK അഭിലാഷ് നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ NGO അസോസിയേഷൻ തൊടുപുഴ ഈസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സദസ്സ് നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന BRCയിൽ 32 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയ താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടി. കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉന്തും തള്ളും. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.